എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഞാൻ ബെറ്ററാണ് കേട്ടോ. കുറച്ച് സുഖം തോന്നുന്നുണ്ട്. മൂക്കൊക്കെ ഇത്തിരി തുറന്നിട്ടുണ്ട്. എന്നാലും ശബ്ദം മുഴുവനായിട്ട് ശരിയായിട്ടില്ല. 2 ദിവസത്തിൽ ശരിയാവും തന്നെയാണ് തോന്നുന്നത്. ഇന്നൊരു ഇത്തിരി എനർജിയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇന്ന് പൗർണമിയാണ്. നിങ്ങൾ 7/7 മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നവർ അവരുടെ പേപ്പർ ഇന്ന് എഴുതിയ പേപ്പറില്ലേ മാനിഫെസ്റ്റ് ചെയ്ത്, അത് ഇന്ന് രാത്രി സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം കത്തിക്കുക കേട്ടോ. കത്തിച്ചിട്ട് ആഷസ് അവിടെ ഇവിടെ ഇടരുത്. നടക്കുന്ന വഴിയിലൊന്നും ഇടരുത്. ഒരു ചെടിയുടെ താഴെയോ അല്ലെങ്കിൽ മണ്ണിലേക്ക്, അധികം ആരും നടക്കാത്ത അവിടെ മണ്ണിലേക്ക് ഒന്ന് ഊതി യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞിട്ട് ഊതി പറപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ചെടിയുടെ താഴേക്ക് നിക്ഷേപിക്കുക കേട്ടോ. അതുപോലെ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. റീഡിങ് തുടങ്ങാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ പൗർണമി ദിവസമായി ഇന്ന് എന്ത് ചിന്തകളിൽ എന്ത് തരം മാറ്റങ്ങളാണ് നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞു തരൂ. പൗർണമി ദിവസത്തിന് ഇമ്പാക്റ്റ് കൊണ്ട് എന്തെങ്കിലും തരം മാറ്റങ്ങൾ ഇവരുടെ ഫീലിങ്സിൽ, എൻ്റെ വ്യൂവേഴ്സിനെ പ്രതിയുള്ള അവരുടെ ഫീലിങ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് കാണിച്ചത്. ക്ഷമിക്കുക. Divine, please guide. സ്ട്രെങ്ത് വീണിട്ടുണ്ടായിരുന്നു. 8 of Cups, 6 of Pentacles, Queen of Cups, Queen of Pentacles, okay, Hierophant, Ace of Pentacles, Empress, King of Pentacles, King of Wands, okay, Justice, Page of Cups, bottom of the deck വന്നിട്ട് 3 of Pentacles. ക്യുക്കായിട്ട് പറഞ്ഞു പോവാമേ. അതായത് രാശി ഞാൻ ഓരോ സെറ്റ് പറയുമ്പോൾ ഒന്നിച്ച് പറയാം. ഓക്കെ. ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസും ക്വീൻ ഓഫ് പെൻഡക്കിൾസും ഒരേ റീഡിങ് വന്നതുകൊണ്ട് നിങ്ങളിൽ പലരും പരസ്പരം മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ. നിങ്ങളൊരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഒരു സെപ്പറേഷനോ ഒരു വഴക്കോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അവിടെ അവർ വളരെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് തന്നെ ആലോചിക്കുന്നു. ഒന്നുകിൽ ഇവരുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം കിട്ടുക എന്നുള്ള രീതിയിൽ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ഇവർ ഈ സമയം വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ സങ്കടമാവാം, സ്നേഹമാവാം, സന്തോഷമാവാം, എന്തോ ആവാം. ഓക്കെ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങളാണ് ഇവരുടെ ലൈഫിലുള്ള ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഫൈനാൻസസിനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർക്കിംഗ് പേഴ്സൺ ആണ്, നിങ്ങളൊരു ഏർണിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങളെ പ്രതി ഇവർക്ക് ഹൈലി റെസ്പെക്റ്റ് ആണ്. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങളൊരു ഹെയറോഫൻറ്റിൻ്റെ എനർജി എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങൾ വളരെ സമൂഹത്തിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, 4 പേര് നിങ്ങളുടെ അടുത്ത് ഒരു അഡ്വൈസൊക്കെ ചോദിച്ച് വരാറുണ്ട്. മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതുപോലെ ട്രഡീഷണൽ വാല്യൂസ്, റിലീജിയസ് ബിലീഫ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കുന്ന ഒരാളാണ് കേട്ടോ. അതേപോലെ ഏസ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് അവരൊരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നു. എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ ഹൈലി റെസ്പെക്റ്റോടു കൂടിയാണ് ഇവർ കാണുന്നത്. റെസ്പെക്റ്റ് മാത്രമല്ല, അളവിൽ കവിഞ്ഞ സ്നേഹവും നിങ്ങളുടെ അടുത്ത് അവരുണ്ട്. നിങ്ങളെ പോലത്തെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള, നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങൾ ഇരിക്കുന്ന, നടക്കുന്ന, സംസാരിക്കുന്ന രീതിയെല്ലാം ഇവർക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നു. ഡിഗ്നിറ്റിയോടുകൂടിയേ നിങ്ങൾ പെരുമാറാറുള്ളൂ. അതേപോലെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത്. ഓക്കെ. നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടൊപ്പം ബഹുമാനവും തോന്നുന്ന രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം. അതുകൊണ്ട് നിങ്ങളെ അവർ വളരെ ഹൈ ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചുമാവാം.
കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള ബോധവും അവർക്കുണ്ട്. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. ഒരുപാട് സ്നേഹം അതേപോലെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവിടെ തോന്നുന്നുണ്ട് അവർക്ക്. തുടക്കത്തിൽ ഇവർ കുറച്ച് ഫ്ലേർട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് നിങ്ങളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹമായിട്ട് മാറി. ഓക്കെ, ജസ്റ്റിസ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം, ന്യായമായ രീതിയിൽ അത് പരിഹരിക്കണമെന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു കോർട്ട് കേസ്, ഒരു ഡിവോഴ്സ് കേസോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. അതേപോലെ പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ പ്രതി അവർ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 3 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ചിലരെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട്, ഒരു വീട്ടിലൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവർ ആലോചിക്കുന്നുണ്ട്. അതേപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആളൊക്കെ ആയിരിക്കാം, ഒരു എഞ്ചിനീയറോ അതായത് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റോ ഇൻറ്റീരിയർ ഡെക്കറേറ്ററോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാം പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് പോവാം. ആ കൂട്ടത്തിൽ രാശിയും പറയാം. രാശി കേൾക്കണ്ടാത്തവർ ദയവായിട്ട് ഫോർവേഡ് ചെയ്ത് പോവുക കേട്ടോ. Clarify the strength. Please clarify the strength. Knight of Cups and the World. Knight of Cups and World. അതായത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്, കൂടുതലായും ജലം കൂടുതലുള്ള, വെള്ളം കൂടുതലുള്ള പ്രദേശങ്ങളിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ അവിടെ കാണുന്നുണ്ട്. ആ സെപ്പറേഷൻ ഒരു വഴക്ക് മൂലമൊക്കെ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സോറിയൊക്കെ പറഞ്ഞ് ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വേൾഡ് വെച്ചിട്ട് ഒരു സോഡിയാക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയാറില്ല. ലിയോ ചിങ്ങരാശി വളരെ പ്രബലമായിട്ട് ഉണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം അത് കുറവാണ്. ഓക്കെ, ക്ലാരിഫൈ 8 of Cups please. Clarify 8 of Cups please. 7 of Clarify 8 of Cups. Clarify 8 of Cups please. Okay. Page of Wands and Ace of Wands. Okay. നിങ്ങളെ വിട്ടു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു സോറിയൊക്കെ പറഞ്ഞ് വിട്ടുപോയി, അതായത് ഇത് തുടരാൻ നമുക്ക് താല്പര്യമില്ല, മുന്നോട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്തൊരു വ്യക്തി, അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരുടെ തെറ്റ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ പൗർണമിയുടെ എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ പ്രയോജനമായിരിക്കണം. അവരൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ഹോപ്പുമായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ്, പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്, ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചുകൊണ്ട് കേട്ടോ. ഇതിൽ കപ്സും വോൺസും ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. Clarify 6 of Pentacles. Clarify 6 of Pentacles. ഇവിടെ ആൽഫബറ്റ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, 7 of Swords and Hierophant. ഓക്കെ, ഇവർ നിങ്ങളുടെ അടുത്ത് അൺഎക്സ്പ്രസ്ഡ് ഫീലിംഗ് ആണ് കേട്ടോ. ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒരുപാട് മറച്ചു പിടിച്ചിട്ടാണ് ഇരിക്കുന്ന. കാരണം അവർ മാരീഡാണ്, അവിടെ അവർക്കൊരു സ്പൗസ് ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്. ഇവർ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വളരെയധികം നോക്കുന്ന ഒരാളാണ്.
ഒരു നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. 4 പേര് ഇവരുടെ അടുത്ത് അഡ്വൈസ് ചോദിച്ച് വരാറുണ്ട്. റിലീജിയസ് ബിലീഫ്സും ഒക്കെ ഇവർക്ക് വളരെ സ്ട്രോങ് ആണ്. കാസ്റ്റ് കൾച്ചർ, റിലിജൻ ഒക്കെ വളരെ കടുംപിടുത്തത്തോടെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം, നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. Will there be any action in this regard? Will they come out with some action in this regard? അവിടെ ഒരു ആക്ഷൻ തൽക്കാലം വരുന്നതായിട്ട് കാണുന്നില്ല. കാരണം അവരുടെ ഈഗോ, റെസ്പെക്റ്റ്, അവർക്ക് ആ സോഷ്യൽ സ്റ്റാറ്റസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കലായിട്ടാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവർ ലൈഫ് ഒരു ഡിസിപ്ലിനിലൊക്കെ ജീവിച്ച് പോകുന്നവരാണ്. മനസ്സിൽ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട്, പക്ഷേ ഇവർ തുറന്ന് പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളുമായിട്ടൊരു കൺസിഡറബിൾ ഏജ് ഡിഫറൻസും ഇവർക്ക് ഉണ്ടായിരിക്കും. ഒരു 4-5 വയസ്സിന് മേലെയൊക്കെ പ്രായ വ്യത്യാസം നിങ്ങളെക്കാൾ ഉണ്ടായിരിക്കും ഇവർക്ക്. അത് കാരണം അതെല്ലാം ആലോചിച്ചിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാതിരിക്കുന്നത്. വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. ചെയ്യോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഇത് മേടരാശി ഏരീസും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടോറസ്, ഋഷഭരാശിയും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നു. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, എന്താണ് ഋഷഭം, കന്നി, മകരം, പിന്നെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ്. മേടവും ഋഷഭവുമാണ്, ഇടവുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ക്ലാരിഫൈ. ക്വീൻ ഓഫ് കപ്സ്, Queen of Cups, Lovers and 9 of Pentacles. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. വിൽ ദർ ബി എനി ആക്ഷൻ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എംപറർ കാർഡ് വന്നു. എംപറർ കാർഡ് ഈസ് എ എസ് കാർഡ് കേട്ടോ. എസ് എന്നുള്ള കാർഡാണത്. പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് എസ് എന്ന് എടുക്കാത്തത്? കാരണം എംപറർ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളാണ്. ആ ഒരു സെൽഫ് റെസ്പെക്റ്റും അതുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായത് കൊണ്ടാണ് പുള്ളി അത് കാരണം ഹെയറോഫിൻ്റും കൂടെ വന്നു അവിടെ. അപ്പോൾ ഡബിളായി അവിടെ സോഷ്യൽ റെസ്പെക്റ്റ്, സ്റ്റാറ്റസ് ഒക്കെ അവർക്ക് ഒരു തരത്തിലും വിട്ട് കളയാൻ പറ്റാത്ത ആൾക്കാരാണ്. അഥവാ ഇവർ പറഞ്ഞെങ്കിൽ തന്നെ, നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ വന്നെങ്കിൽ തന്നെ അവരെന്താ എക്സ്പെക്റ്റ് ചെയ്യാമെന്നറിയോ നിങ്ങളുടെ അടുത്ത്? നിങ്ങളിത് വേറെ ആരോടും പറയില്ല, നിങ്ങളുടെ ഇടയിൽ ഈ കാര്യം നിൽക്കും എന്ന്. അതായത് കോംപ്രമൈസിങ് സിറ്റുവേഷനിലെ നിങ്ങൾക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനത് നോ ആണെന്ന് തന്നെ പറഞ്ഞത്. അത് ചിലരെങ്കിലും ആലോചിക്കും, എന്തുകൊണ്ടാണ് എംപറർ എസ് കാർഡാണല്ലോ, എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന്. ഓക്കെ, അടുത്ത സെറ്റ് ക്വീൻ ഓഫ് കപ്സ്. ഇവര് ഹൈലി ഇമോഷണൽ ആണ്. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട്, സ്നേഹം ഒരുപാട് ഉള്ളിലുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. കാരണം എന്താണ്? ഇവർക്ക് ഒരുപാട് സ്നേഹമാണ് അവിടെ. എന്ത് ഇമോഷനാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ലവേഴ്സ് കാർഡാണ് വന്നത്. അവർക്ക് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് ആണെന്നൊക്കെ ഇവർ തോന്നുന്നുണ്ട്. അതിനോടൊപ്പം ഇൻസെക്യൂരിറ്റിയും ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവരെ വിട്ടുപോകുമോ എന്നുള്ള ഭയം ഇവർക്ക് നന്നായിട്ടുണ്ട്. ഇവർ ജെമിനായി, മിഥുനം രാശിക്കാരാണ് കൂടുതലായിട്ടും കേട്ടോ. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഓക്കെ, ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ നോക്കുമ്പോൾ നിങ്ങളെ തന്നെ പാടെ മാറ്റി നിങ്ങളൊരു സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു. നിങ്ങൾ ഒരു പക്ഷെ സമ്പാദിച്ചു തുടങ്ങി കാണും. ഒരു പക്ഷേ നേരത്തെ കൊടുത്തിരുന്ന ഒരു അറ്റൻഷൻ നിങ്ങൾ ഇവർക്കിപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. കാരണം നേരത്തെ നിങ്ങൾ പുറകെ ഓടുകയായിരുന്നു. ഇവരുടെ എന്ത് ചെയ്യുന്നു, കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെയുള്ള കോൺസ്റ്റൻ്റ്ലി ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് നിങ്ങളൊന്ന് മാറ്റി പിടിച്ചപ്പോൾ ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് കേട്ടോ. ഒരു നല്ല മാറ്റമായിട്ടാണ് അവിടെ കാണുന്നത്. സ്നേഹം തന്നെയാണ് അവിടെ. ക്ലാരിഫൈ. ക്വീൻ ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് പെന്റക്കിൾസ്. ഇവിടെ ഒരുപാട് സ്നേഹമാണ്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നിവർ വിചാരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇവരുടെ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ
നിങ്ങൾ ഇവരുടെ ഫൈനാൻസസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരേ ഓഫീസിൽ അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും. ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ തമ്മിലുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഇവരെ തന്നെയോ എന്തെങ്കിലും പഠിപ്പിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് പകരമായിട്ട് നിങ്ങൾ തമ്മിലൊരു ക്യാഷ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ട് സ്നേഹത്തിലായതാവാനും സാധ്യതയുണ്ട്. ആ സ്നേഹം അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് തുടർന്ന് പോവാൻ ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രതി അവർക്ക് ഹൈ റെസ്പെക്റ്റും ഉണ്ട്. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. Ace of Pentacles and Five of Swords. ഓക്കെ. ഹെയറോഫൻറ്റിൻ്റെ എനർജി ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഇവിടെ കാണുന്നത് ഇവർക്ക് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. തുടക്കം കുറിക്കുകയും ചെയ്തു ചിലർ. പക്ഷേ അവിടെ തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് മൂലം, കാരണം ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട്, മാരീഡാണ്. അതേസമയം സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ബിലീഫ്സ് എല്ലാം ഇവർക്ക് ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ജയിച്ച യുദ്ധം തോറ്റ ഒരു സിറ്റുവേഷനിലാണ് ഇവരിപ്പം നിൽക്കുന്നത്. ഇവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. ഇനി ആക്ഷൻ ടു ഓഫ് സ്വാർഡ്സ് ആണ്. കൺഫ്യൂസ്ഡ് ആണ്. ഉടനെ ഒരു ആക്ഷൻ ഇവരുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ടോറസ് രാശിക്കാരെ ഏറ്റവും കൂടുതൽ വൃഷഭ രാശി, ഇടവം, ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, വൃഷഭം, കന്നി, മകരം. കേട്ടോ. ഏസ് ഓഫ് പെന്റക്കിൾസ്. വീണ്ടും പറയുന്നു, രാശി കേൾക്കണ്ടെന്നുള്ളവർ അവിടെ എത്തുമ്പോൾ ഒന്ന് ഫോർവേഡ് ചെയ്തോളാം. ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ് പ്ലീസ്. ഓക്കെ. ദ സൺ ആൻഡ് ടു ഓഫ് കപ്സ്. ദ സൺ ആൻഡ് ടു ഓഫ് കപ്സ്. ഏസ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, സൺ, ലിയോ, ചിങ്ങരാശിക്കാര്, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. മിക്കവാറും ഒരു പുതിയ ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂലി മാരീഡ് ആയിരിക്കാം. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ നിങ്ങൾ മാരീഡ് ആണ്, സെപ്പറേറ്റഡ് ആണെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ കാണണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഇവിടെ വളരെ പ്രബലമായിട്ട്, ഇത് എല്ലാ സിറ്റുവേഷനിലും ഒരു റീയൂണിയൻ വേണം എന്ന് നിങ്ങളുടെ പാർട്ട്ണർ ആലോചിക്കുന്നു. ക്ലാരിഫൈ ദ എംപ്രസ്. ക്ലാരിഫൈ ദ എംപ്രസ്. എംപ്രസ് ടോറസ് തന്നെയാണ്. ഓക്കെ. ടോറസ് വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം 3 ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 ഓഫ് വാൻഡ്സ്. എംപ്രസും. ഓക്കെ. എംപ്രസ് തന്നെ ഒരു വളരെ പോസിറ്റീവ് കാർഡാണ് കേട്ടോ. ടോറസ് ഋഷഭരാശിയാണ് കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. പിന്നെ ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു ഹാർട്ട് ബ്രേക്കൊക്കെ ആയിട്ട് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ ആരെയും ഒന്നിനെയും വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ മറികടന്ന ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. ക്ലാരിഫൈ കിങ് ഓഫ് പെന്റക്കിൾസ്. കണ്ടോ, അജിറ്റേറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാർഡ് പോവാറില്ല. കിങ് ഓഫ് പെന്റക്കിൾസ്. ഫീലിങ്സ് നോക്കുന്ന ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കയ്യിൽ നിന്ന്. ക്ലാരിഫൈ കിങ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ. മജീഷ്യൻ ആൻഡ് 3 ഓഫ് കപ്സ്. അഗൈൻ ടോറസ് രാശിയാണ്. ഇന്ന് ടോറസുകാര് റീയൂണിയന്റെയും മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഞാനും ഒരു ടോറസ് ആണ് കേട്ടോ. മാനിഫെസ്റ്റേഷൻ ഞാൻ എന്നും ചെയ്യാറുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ അപ്പോൾ ഇവര് ഒരു റെസ്പോൺസിബിലിറ്റിയിൽ പെട്ട് ആയിരുന്നെങ്കിൽ അവർ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളെ 24 മണിക്കൂർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഫ്രണ്ട്ലി ബേസിസിലായിരിക്കും ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ലായ്മയൊന്നുമല്ല. അറ്റ് പ്രസന്റ് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്.
അത് ഫുൾഫിൽ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കുക തന്നെ വേണം. തൽക്കാലം നിങ്ങളായിട്ട് മീറ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ലി ബേസിസിലായിരിക്കും, ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. Is there any change in the responsibility situation here? ഇല്ല, അവിടെ ഒരു ചേഞ്ച് വന്നിട്ടില്ല കേട്ടോ. വരും, പോകും, നിങ്ങളെ മീറ്റ് ചെയ്യും, തിരിച്ചു പോകും, അങ്ങനെ തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്. ഇവിടുത്തെ രാശി ഞാൻ പറഞ്ഞല്ലോ അല്ലേ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട്, ഓ നൈസ്. കിങ് ഓഫ് വോൺസ് ഇവർ നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. എല്ലാം വോൺസിന്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു പൂർണ്ണമായിട്ട് രാശിക്കാരാണ്. അവര് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. അതൊരു വിവാഹത്തിൽ എത്തുന്നതായിട്ട് തന്നെയാണ്, ഒരു പ്രപ്പോസൽ, വിവാഹം ഒക്കെ എത്തുന്ന തന്നെ ആയിട്ട്. ലവ് പ്രപ്പോസൽ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. മാരേജ് പ്രപ്പോസൽ ആണെങ്കിലും അത് നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം 6 വിക്ടറി കാർഡാണ്. ഒരു മാരേജ്, ഒരു കല്യാണം പയ്യൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ? അതുപോലെ 4 ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ കാർഡാണ് കേട്ടോ. ജസ്റ്റിസ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്നവർ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്. ക്ലാരിഫൈ ജസ്റ്റിസ് പ്ലീസ്. ഹാങ്ഡ് മാൻ ആൻഡ് ദ മൂൺ. നിങ്ങളുമായിട്ട് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അവർ വളരെ പെയിനിൽ കൂടെ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പെയിനിൽ കൂടെ പോയിട്ടുണ്ട്. പൈസസ് രാശി, മീനരാശിക്കാരാണ് ഏറ്റവും കൂടുതൽ. ലിബ്ര, തുല രാശിയും ഒരുപാട് തന്നെ കാണുന്നുണ്ട്. അതേപോലെ മൂണിന്റെ രാശി വന്നിട്ട് പൈസസ്, മീനരാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ 3 മേജർ ആർക്കാന കാർഡാണ് കേട്ടോ. സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് ഇവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ, എസ്പെഷ്യലി മീനരാശിക്കാരുടെ അല്ലെങ്കിൽ ലിബ്ര രാശിക്കാരുടെ ലൈഫിൽ ഒരു മാരീഡൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഡിവോഴ്സ് കേസൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് പ്ലീസ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് സ്വാർഡ്സ്. ഇവരുടെ ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്ന ആരോ ഇവരുടെ ലൈഫിൽ ഒരു ഇൻ്റർഫിയറൻസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, മിക്കവാറും ഒരു പാരൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി, നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കമൊന്നുമില്ല എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇവരെ ഒളിച്ച് നിങ്ങൾക്കൊരു മെസ്സേജ് ആ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി ഇവരെ അവോയ്ഡ് ചെയ്തിട്ട് വരുമോ എന്നുള്ളത് കണ്ടറിയാനോ വേണം. ഈസ് ദ ഫൈനൽ ആക്ഷൻ from their person in this regard? Will there be a final action? King of Pentacles, actually King of Pentacles Queen of Pentacles ഒന്നിച്ച് വരുന്നുണ്ട്. അത് 2 പാരൻസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു, അവിടെ റെസ്പോൺസിബിലിറ്റീസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. മെസ്സേജ് വരും, പക്ഷേ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയെ ഉപേക്ഷിച്ച് അവർ വരുന്നതായിട്ട് കാണുന്നില്ല. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് 2 എസ് കാർഡാണ് കേട്ടോ. പക്ഷേ ഇവിടെ 2 പാരൻസ് ആയിട്ടാണ് കാണുന്നത്. അവിടെ മെസ്സേജ് വരും, അത് പിന്നീട് മുന്നോട്ട് പോകുമോ പോകില്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ തീവ്രത അനുസരിച്ചിരിക്കും. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. എംപ്രസ്, പേജ് ഓഫ് കപ്സ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ആ കൺട്രോൾ മറികടന്ന് നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള എംപ്രസ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. എംപ്രസിൻ്റെ ഇത് ഞാൻ നേരത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ചും പറയുന്നില്ല. ഇവിടുത്തെ രാശി ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഇവരും നിങ്ങളെ ഒരു മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടോറസ് രാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ഓക്കെ, ഋഷഭ രാശിക്കാര്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം ആൻഡ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതിൽ ടോറസ് ആണ് ഏറ്റവും കൂടുതലായിട്ട്. ഈ പെൻറ്റക്കിൾസിൻ്റെ കേസ് ഞാൻ പറഞ്ഞതിൽ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. സ്വാർട്സ് വന്നിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം.
ഇത്രയും രാശിക്കാരായിരുന്നു പെൻറ്റക്കിൾസിൻ്റെ ആൾ. ഞാൻ പാരൻസിൻ്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞില്ലേ, ആ കേസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പൗർണമിയുടെ രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോയെന്ന് നമ്മൾ നോക്കിയതിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഓടി ചെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആണ് എനിക്ക്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് എനിക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം ആദ്യം. ഓക്കെ, കൂടുതൽ ചാൻസസ്, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കണക്ഷനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദയവായി എല്ലാവരും ഒന്ന് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം രക്ഷിക്കട്ടെ. ബൈ.